പ്രിയ ഗുരുജനങ്ങളെ, മാങ്കാവിലെ നല്ലവരായ നാട്ടുകാരെ, നമസ്കാരം. ഏകദേശം 7 വർഷത്തോളമായി ചുമർ ചിത്ര രചന പഠിക്കാനും ആ ചിത്രകലയിൽ ജീവിതം കണ്ടെത്താനും ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ നാട്ടുകാരനായ ശ്രീ ഹരി ഏട്ടനുമായിട്ട് ബന്ധപ്പെടാൻ സൗകര്യം ലഭിക്കുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ചിത്രം വരച്ചുകൊണ്ട് മാങ്കാവിലെ ഒരു വ്യക്തിയായി വളരാൻ എനിക്ക് സാധിച്ചു. ഇവിടെ ക്ലാസ് തുടങ്ങിയ നിമിഷം മുതൽ ഹരിയേട്ടൻ എന്നോട് പറയാറുണ്ടായിരുന്നു, ഒരു ചിത്രം വരയ്ക്കണം, ക്ഷേത്രത്തിലേക്ക് ചിത്രം വരയ്ക്കണം. ആദ്യമേ പറയട്ടെ, ഈ ചിത്രം ഇവിടെ വരയ്ക്കാനുണ്ടായിരുന്ന പ്രചോദകന്മാരിൽ ഇവിടുത്തെ മൂർത്തി നിന്ന് കിട്ടിയ ഭാഗ്യത്തോടൊപ്പം, ദേവിയിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തോടൊപ്പം ഹരിയേട്ടന്റെ കൂടി കഠിനമായ പ്രവർത്തനം ഉണ്ടായിരുന്നു. അതേപോലെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി രാധിക. ഓക്കെ, അതോടൊപ്പം എന്നോടൊപ്പം ഈ വിദ്യ അഭ്യസിക്കുന്ന ഇവിടുത്തെ വിദ്യാർത്ഥികൾ എല്ലാവരും വളരെ പ്രശംസ അറിയിക്കുന്ന രീതിയിൽ തന്നെ എന്നോടൊപ്പം ചിത്രരചനയിൽ ഏർപ്പെട്ടുണ്ടായിരുന്നു. രഘു രാജ്, അതോടൊപ്പം ടീച്ചർ, കുറെ ആളുകൾ, പേരെടുത്ത് പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് കേരളീയ ചുമർ ചിത്രകല ശരിക്കും വളർന്നതും വികസിച്ചതും, ഏത് കലയും വളർന്നതും വികസിച്ചതും ക്ഷേത്ര അന്തരീക്ഷത്തിലാണ്, ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണെന്ന് നമുക്കറിയാം. കേരളീയ ചുമർത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 7-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വളർന്ന് വികസിച്ചു വരുന്ന ഒരു വലിയ കലാരീതി, ഒരു പക്ഷേ ലോകം തിരിച്ചറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ പറ്റിയിട്ടില്ലാത്ത ഒരു വലിയ കലാരൂപമാണ് കേരളീയ ചുമർ ചിത്രം. എന്തുകൊണ്ടോ കേരളീയർ ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല. കേരളത്തിലെ വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമേ കേരളീയ ചുമർ ചിത്രം എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. വലിയ ഒരു കാലഘട്ടത്തിന്റെ തപസ് അതിന്റെ പിന്നിലുണ്ട്. നിങ്ങൾ ചുമർ ചിത്രങ്ങൾ കാണുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓരോ ജീവിതങ്ങളും കത്തിത്തീരുകയാണ് ചുമരുകളിൽ. ചിത്രം വരയ്ക്കുന്ന പഴയ കാലത്തെ ഗുരുക്കന്മാരെയൊക്കെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കാലത്തിന്റെ ഗതി എന്തുകൊണ്ടോ ഒരു 16, 17, 18 നൂറ്റാണ്ടാകുമ്പോഴേക്കും കേരളീയ ചുമർ ചിത്രം അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നായിരുന്നു. നമുക്ക് പല കാരണങ്ങളെടുത്ത് കാണിക്കാൻ പറ്റുമെങ്കിലും വൈദേശിക ശക്തികളുടെയും അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ നാട്ടുകാർക്ക് പ്രതിപത്തി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ മാറിപ്പോകുന്നു. അതോടൊപ്പം ടിപ്പുവിന്റെ പടയോട്ടം നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ ഉണ്ടാക്കി തീർത്ത വൈജാത്യം, മെക്കാളയുടെ വിദ്യാഭ്യാസ പരിഷ്കരണം, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ അടിമുടി തകർത്ത് കൊണ്ടിരിക്കുന്ന ഭരണപരിഷ്കാരങ്ങൾ, ഇങ്ങനെയൊക്കെ കേരളീയ ചുമർ ചിത്രത്തിന്റെ ജീവിതം പാതി വഴിയിൽ എവിടെയോ തകർന്ന് അടിയുകയായിരുന്നു. പിന്നീട് രാജാരവിവർമ്മ വൈദേശിക ശൈലി കേരളത്തിലേക്ക് കൊണ്ടുവന്നതും കേരളീയ ചുമർ ചിത്രത്തിന് വലിയ ഒരു ഭീഷണിയായി. എന്നാൽ ഇന്ന് ഈ ചുമർ ചിത്രത്തെ പുനരുദ്ധരിക്കാനും ഈ ചിത്രത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനും കുറെ സുമനസ്സുകൾ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഇന്ന് ഈ ചുമർ ചിത്രം ഇവിടെ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, മധ്യകാലഘട്ടത്തിലൊക്കെ പലതരത്തിലുള്ള ഭക്തി അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകന്മാരും, ഉത്തരേന്ത്യയിലൊക്കെ കബീർ ദാസിനൊക്കെ പോലെ ഉള്ള ആളുകൾ നമ്മുടെ സംസ്കാരത്തിന്റെ ശക്തി എന്തെന്ന് സമൂഹത്തിലേക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പലതരത്തിലുള്ള പ്രയാണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കേരളത്തിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ശക്തി എന്തെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അന്ന് മഹാനായ ഈ മാനവേദ രാജയ്ക്ക് കഴിഞ്ഞു എന്നതാണ് കേരളീയ ചുമർ ചിത്രത്തിന്റെ, അല്ലെ ഇന്ന് ഇവിടെ ഈ അനാച്ഛാദനം ചെയ്ത ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമുക്കറിയാം, കൃഷ്ണഗീതി എന്നത് കേരളത്തിലെ മനുഷ്യരെ, കേരളത്തിലെ ഒരു ഉദാസീനതയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ആളുകളെ അവരുടെ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ട്
അധർമ്മത്തിനെതിരെ പോരാടാൻ വേണ്ടി പഠിപ്പിക്ക ഒരു കലാ സൃഷ്ടിയാണ് കൃഷ്ണനാട്ടം. അതുപോലെ തന്നെ രാമനാട്ടമായാലും അതുപോലെ തന്നെയാണ്. കാരണം നമുക്ക് അതിനകത്ത് കണ്ടെത്തുന്ന ഓരോ കളികൾ, ഈ ദിവസങ്ങളിൽ നീണ്ടുനിൽക്കുന്ന കളികളിൽ നമുക്കറിയാം ദുഷ്ടനിഗ്രഹങ്ങളാണ് കൂടുതലായിട്ടും ഇതിലേക്ക് അദ്ദേഹം ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ അനുഭവിച്ച പാശ്ചാത്യ അധിനിവേശത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ അധപ്പതനത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന വൈദേശിക ശക്തികൾ, ഇവരിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ മോചിപ്പിക്കാൻ സംസ്കൃതി വൈദേശിക സംസ്കാരത്തെ നമ്മളെ സമൂഹത്തിൽ നിന്ന് അകറ്റി നമ്മുടെ സംസ്കൃതിയുടെ മൂല്യം എന്തെന്ന് ബോധ്യപ്പെടുത്താൻ അന്ന് സൃഷ്ടിച്ചെടുത്ത ഈ മഹാനുഭാവനെ നമ്മൾ എത്ര ആദരിച്ചാലും മതിയാവില്ല. നമ്മൾ ഓരോരുത്തരും ഇദ്ദേഹത്തിൽ അല്ലെങ്കിൽ ഈ മഹാനുഭാവനിൽ നമ്മളെ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ചിത്രം നമുക്ക് വരുന്ന ആളുകളിൽ നമ്മുടെ പ്രവർത്തന മണ്ഡലത്തെ വളരെ ശക്തമായ രീതിയിൽ സ്വാധീനിക്കാൻ ശക്തി ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചിത്രം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്.